തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ ദിവസവും കേൾക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയാണ്. പക്ഷെ ഇനി മുതൽ ആ പദ്ധതി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി പദ്ധതി ഉണ്ടാകും, പക്ഷെ പദ്ധതിയുടെ പേര് അതായിരിക്കില്ല. ആ പദ്ധതിയുടെ പേര് മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അത് സംബന്ധിച്ചുള്ള ബില്ലിന് അംഗീകാരവും നൽകിയിരിക്കുന്നു. ഇനി മുതൽ അതിന്റെ പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ്. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് ഇനി മുതൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര്. അതുപോലെ തന്നെ വലിയൊരു പ്രസ്താവന, ഒരു വലിയ ഒരു പ്രഖ്യാപനം കൂടി ഈ ബില്ല് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് 100 തൊഴിൽ ദിനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. തൊഴിൽ ഉറപ്പ് പദ്ധതി പ്രകാരം 100 തൊഴിൽ ദിനങ്ങളാണുള്ളത്. അത് 125 തൊഴിൽ ദിനങ്ങളായി വർദ്ധിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം കലാകാലങ്ങളിൽ 2005 ഈ തൊഴിലുറപ്പ് പദ്ധതി UPA സർക്കാരാണ് കൊണ്ടുവന്നത്. അന്നു മുതൽ തന്നെ ഉയരുന്നൊരു വലിയ ആവശ്യമാണ് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ അത് 125 ദിവസത്തേക്ക് ഉയർത്തുമ്പോൾ അതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടി തൊഴിലാളി സംഘടനകളൊക്കെ അതിനകത്ത് ഒരുപാട് നാളായിട്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. ഏതായാലും NRIGA എന്ന ചുരുക്കപ്പേർ, ഇംഗ്ലീഷിലുള്ള ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഹിന്ദിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇനി മുതൽ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന പേരിലായിരിക്കും, ഗാന്ധിജിയുടെ പേരിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതി അറിയട്ടെ എന്ന് ഈ സർക്കാർ കരുതുന്നുണ്ടാകും. ഏതായാലും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേഷൻ, ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നേരിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും അതിന്റെ തുടക്കമായിട്ട് വേണം ഇതിനെ കരുതാൻ. ന്യൂസ് ഡെസ്ക് മലയാളം.